നിമിഷപ്രിയ കഴിവരച്ചോട്ടിൽ നാട്ടിൽ പിരിവോട് പിരിവ് ക്രെഡിറ്റിനായി തമ്മിലടി. യമനി പൗരൻ തലാൽ അബ്ദുമഹദിയെ ക്രൂരമായി കൊന്ന കേസിൽ യമനിലെ സനയിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചെങ്കിലും ഏത് നിമിഷവും നിമിഷ തൂക്കിലേറ്റപ്പെടാം. നാട്ടിലൊരു വശത്ത് വധശിക്ഷ മാറ്റിവെച്ചതിന്റെ ക്രെഡിറ്റ് കാന്തപുരത്തിനാണെന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ അത് തന്റെ എഫേർട്ട് കൊണ്ടാണെന്ന് അണ്ണാച്ചി സാമുവൽ ജെറോമും അവകാശപ്പെടുന്നു. അതുപോലെ തലാൽ അബ്ദുമഹദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് അഹ്മദി എന്ന് പറഞ്ഞ് നിരന്തരം ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുന്നതും ഒരു വ്യാജനാണെന്ന് സംശയം ബലപ്പെടുകയാണ്. കാരണം അദ്ദേഹത്തെ പലരും ബന്ധപ്പെടുവാൻ ശ്രമിച്ചെങ്കിലും യാതൊരു പ്രതികരണവുമില്ല. കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ മറ്റുള്ള കടലാസ് സംഘടനകൾ ഇനി അമിതാവേശം കാണിക്കേണ്ടതില്ലെന്ന നിർദ്ദേശവും നൽകി കഴിഞ്ഞിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ തിടുക്കപ്പെട്ട് നടത്തില്ലെന്ന് തങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് മാത്രമാണ് ഇപ്പോൾ കുടുംബത്തിന് നിലവിലുള്ള ഏക ആശ്വാസം. അതുപോലെ സ്വന്തം ഭാര്യ ജയിലിലായിട്ടും യമനിലേക്ക് അമ്മയെ ഒരു അണ്ണാച്ചിയുടെ കൂടെ പറഞ്ഞയച്ച് നാട്ടിൽ നിൽക്കുന്ന ഭർത്താവ് ടോമിയുടെ നിലപാടും സംശയാസ്പദമാണ്. ടോമിക്ക് യമനിലേക്ക് പോകുവാനുള്ള ടിക്കറ്റും മറ്റ് സകല സഹായങ്ങളും ഒക്കെ നൽകുവാൻ പലരും തയ്യാറാണെങ്കിലും ടോമി പക്ഷേ അതിന് താല്പര്യം കാണിക്കുന്നില്ല. സ്വന്തം ഭർത്താവിനില്ലാത്ത ആവേശം ഇവിടെ ആക്ഷൻ കൗൺസിലിന് എന്തിനാണ്? സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി എന്നും പറഞ്ഞ് കോടികളാണ് കഴിഞ്ഞ 3-4 വർഷങ്ങൾ കൊണ്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്തത്. എന്നിട്ട് അവിടെ തന്നെ അംഗമായിരുന്ന സാമുവൽ ജെറോം എന്ന ഒരു തീവട്ടിക്ക് മധ്യസ്ഥ ചർച്ചകൾക്കായി എന്നും പറഞ്ഞ് $40,000-ൽ പരം നൽകുകയും ഉണ്ടായി. എന്നാൽ ഈ പണം ആർക്ക് നൽകിയെന്നോ, എപ്രകാരം നൽകിയെന്നോ, എന്തിനു നൽകിയെന്നോ, അതുകൊണ്ട് എന്ത് ഫലമുണ്ടായെന്നോ ഇവർക്ക് വ്യക്തമാക്കുവാൻ ഇതുവരെ സാധിക്കുന്നില്ല. സാമുവൽ ജെറോം ആ പണം തട്ടുകയായിരുന്നു, അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് വ്യക്തമായിട്ടും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സാമുവൽ ജെറോമിനെതിരെ പരാതി നൽകാത്തതും അദ്ദേഹത്തെ തള്ളിപ്പറയാത്തതും ഇതൊരു കൂട്ടുകൃഷിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. സമയം നഷ്ടപ്പെടുത്തി നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ തീയതി വരെ പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട ശേഷം മാത്രമാണ് വധശിക്ഷയുടെ തീയതി മാറ്റിവെപ്പിച്ചതും ഇതോടെയാണ് ആക്ഷൻ കൗൺസിൽ വെറും പടമായിരുന്നെന്നും ഇവന്മാർ ഇതുവരെ യാതൊരു മധ്യസ്ഥ ചർച്ചകളോ ശ്രമങ്ങളോ പോലും നടത്തിയിട്ടില്ല എന്ന യാഥാർത്ഥ്യവും പുറത്തു വരുന്നത്. ITV ന്യൂസാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ വെറും ഉടായ്പാണെന്നും ഇവന്മാർ നടത്തിയ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തത്. ഇടതു സർക്കാരുമായി അടുത്ത ബന്ധമുള്ള ചില തീവട്ടികൾ ചേർന്നാണ് ഇപ്രകാരം ഒരു ആക്ഷൻ കൗൺസിൽ തട്ടിക്കൂട്ടിയത്. മറുനാടൻ മലയാളിയിലൂടെ ബിഗ് ക്യാമ്പയിൻ എന്നും പറഞ്ഞ് വലിയൊരു ക്യാമ്പയിനും ആരംഭിച്ചു. ഈ ക്യാമ്പയിനിലൂടെ നാട്ടുകാരിൽ നിന്നും കോടികളും പിരിച്ചു. നിമിഷയെ ഇവരുടെ ശ്രമത്തിലൂടെ മോചിപ്പിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ആ പണം ജനങ്ങൾക്ക് തിരികെ നൽകുമെന്നും ഇവർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ക്യാമ്പയിനും എട്ട നിലയിൽ പൊട്ടി കാശും തട്ടിയെടുത്ത അവസ്ഥയിലാണ് നിലവിൽ കാര്യങ്ങൾ. ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ തന്നെ ഇപ്പോൾ ചേരിതിരിഞ്ഞ് പല തട്ടിലാണ്. ഭൂലോക ഉടായ്പായ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഒരു മുൻകൂർ ജാമ്യം എന്ന പോലെയാണ് ഇപ്പോൾ മറ്റൊരു സംഘടന നിമിഷപ്രിയയുടെ മോചനത്തിന്റെ പേരിൽ വ്യാജ പണപ്പെരുപ്പ് നടത്തുന്നു എന്ന് കാണിച്ച് ആ കടലാസ് സംഘടനയുടെ ലീഗൽ അഡ്വൈസർ എന്നവകാശപ്പെടുന്ന അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രൻ മുഖ്യമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും പരാതി നൽകിയിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിൽ നിന്ന പേരിൽ വ്യാജ അക്കൗണ്ട് വഴി പണം തട്ടുവാൻ ശ്രമിക്കുന്നെന്നും ഡോക്ടർ KA പോൾ എന്ന എക്സ് അക്കൗണ്ടിൽ നിന്ന് നിമിഷപ്രിയയുടെ മോചനത്തിനായി ആവശ്യമായ 8.3 കോടി രൂപ ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് സംഭാവന ചെയ്യണമെന്ന തരത്തിലാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ ഈ പോസ്റ്റ് വ്യാജമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം MEA ഫാക്ട് ചെക്ക് എന്ന എക്സ് അക്കൗണ്ടിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ ഏതാണ്ട് 54,000-ലധികം എക്സ് ഉപഭോക്താക്കൾ ഡോക്ടർ KA പോളിന്റെ പോസ്റ്റ് കണ്ടിട്ടുണ്ടെന്ന് പ്രസ്തുത അക്കൗണ്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ തള്ളിക്കളഞ്ഞെങ്കിലും നിമിഷപ്രിയയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ കേരളീയ സമൂഹത്തിൽ നിന്നും വിവിധ ഇന്ത്യക്കാരിൽ നിന്നും അനധികൃതവും കുറ്റകരവുമായി പിരിച്ചെടുക്കുവാനാണ് ഡോക്ടർ KA പോളിന്റെ ശ്രമം എന്ന് പരാതിക്കാരൻ പറയുന്നു. ഈ സാഹചര്യത്തിൽ വ്യാജ അഭ്യർത്ഥന സംബന്ധിച്ച് ഉചിതമായ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് അന്വേഷിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. ഡോക്ടർ KA പോളിന്റെയും MEA ഫാക്ട് ചെക്കിന്റെയും പോസ്റ്റുകളുടെ ലിങ്കുകളും പരാതിയോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. നിമിഷപ്രിയയുടെ പേരിൽ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി തങ്ങൾ ഇവിടെ വമ്പൻ പിരിവ് നടത്തുമ്പോൾ മറ്റൊരു കള്ളൻ എന്തിനു ശ്രമിക്കണം എന്നാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഈ പരാതിയിലൂടെ ചുരുക്കം പറഞ്ഞാൽ ചോദിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിൽ നിന്ന പേരിൽ കള്ളപ്പാച്ചർ KA പോൾ പണപ്പിരിവ് നടത്തുന്നതിനെതിരെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് വിഭാഗവും മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന ആ കടലാസ് സംഘടനയുണ്ടാക്കി കഴിഞ്ഞ 4-5 കൊല്ലമായി
ലോകമെമ്പാടുമുള്ള മലയാളികളിൽ നിന്നും കോടികൾ പിരിച്ച ഈ തരികിട ആക്ഷൻ കൗൺസിലിനെതിരെ ആരും ഇന്നേ വരെ ഒരു പരാതിയും നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇവർ പിരിച്ച പണം, നാട്ടുകാരെ വഞ്ചിച്ച പണം എന്ത് ചെയ്തു എന്ന് ഒരന്വേഷണവും നാളിതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന ആ ഉടായ്പ് ആക്ഷൻ കൗൺസിലിനെതിരെയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തരികിടകളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. ഇവർ ജനങ്ങളിൽ നിന്ന് പിരിച്ച കോടികൾ അവർക്ക് തിരികെ നൽകുകയും വേണം. ഈ പേരും പറഞ്ഞ് വെറുതെ കുറെ പത്രക്കുറിപ്പുകൾ ഇറക്കുക, സന്നദ്ധ സേവകരായ ചില അഭിഭാഷകരെയും കബളിപ്പിച്ച് അവർക്ക് 1 രൂപ പോലും കൊടുക്കാതെ അവരെ കൊണ്ട് വെറുതെ പണിയെടുപ്പിക്കുക, കിട്ടുന്ന പണം വീതം വെച്ചെടുക്കുക മാത്രമാണ് ഈ ആക്ഷൻ കൗൺസിൽ ചെയ്യുന്നത്. ഇത്തരം തട്ടിപ്പ് സംഘടനകളെ നിലയ്ക്ക് നിർത്തുവാൻ കേന്ദ്ര സർക്കാർ വേണ്ട നടപടികൾ എടുക്കുക. ആവശ്യമെങ്കിൽ യമൻ ഭരണകൂടവുമായി ബന്ധമുള്ള സ്വാധീനമുള്ള മധ്യസ്ഥന്മാരുടെ സേവനവും ഉപയോഗിക്കുക. ഈ നാമത്തിൽ തീവെട്ടികൾ പണപ്പിരിവ് നടത്തുവാനുള്ള അവസരം കൊടുക്കരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.